ഹായ്, ഞാൻ നവാസ്. നമ്മളിന്ന് നോക്കുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളുകൾക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ നൊമാറ്റോ എയിൻ്റെ സോഫ്റ്റ്വെയർ ഉപകാരപ്പെടുന്നതാണ്. നമ്മളെ സോഫ്റ്റ്വെയർ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൺലൈൻ കോഴ്സസ് കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വളരെ ചുരുക്കി വിവരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ സാധാരണ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അത് പ്രധാനമായിട്ടും എൻക്വയറി ഹാൻഡ്ലിംഗ് ആണ്. എൻക്വയറി ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, മറ്റേ ആഡ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില ആൾക്കാരാണെങ്കിൽ പിന്നെ വാട്സപ്പിൽ കൂടെയുള്ള എൻക്വയറി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റുള്ള എൻക്വയറി ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് എൻക്വയറീസ് വരുന്നത്, അല്ലെങ്കിൽ റെഫറൽ ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമുക്കുള്ള ഒരു സൊല്യൂഷനാണ്. ഇപ്പോൾ മറ്റേ ആഡ് ആണെങ്കിലും ഡയറക്റ്റ് വരുന്ന എൻക്വയറി ആണെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതെങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഫോമിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ സ്റ്റാഫിന് അല്ലെങ്കിൽ നമ്മളെ മാനേജ്മെൻറ്റിനൊക്കെ നമുക്ക് ഇങ്ങനെ ഒരാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇന്ന കോഴ്സിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഈ രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു CRM ഇവരെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇവർക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യാം. ഇവർ ഓരോരുത്തരും ഏത് സ്റ്റേജിലാണ്, എൻക്വയറി സ്റ്റേജിലാണോ, അതല്ല കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ നമ്മൾ സ്റ്റാഫിന് ഇതേപോലെ എത്ര ആൾക്കാർ നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ട്, ആ സ്റ്റേജ് ആയിട്ട് തന്നെ നമുക്ക് വരെ ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു ക്ലിയർ പിക്ചറായിട്ട് നമുക്ക് വരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് വേറൊരു എന്താണ് ഓൺലൈൻ കോഴ്സസ്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ കോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഓൺലൈൻ കോഴ്സുള്ള LMSൻ്റെ സൗകര്യം ഉണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ. അതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള, നമുക്ക് പല പ്ലാറ്റ്ഫോം ഉണ്ടാവും, പക്ഷേ പല ലിമിറ്റേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻ്റൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ വേറെ എന്താണെങ്കിൽ നമ്മൾ അവരുടെ ബ്രാൻഡിലായിരിക്കും നമുക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഓൺ ബ്രാൻഡിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഏത് സ്ഥാപനമാണോ നടത്തുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള വെബ്സൈറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കോഴ്സുകൾ സെല് ചെയ്യാം. എത്ര കോഴ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. സ്റ്റുഡൻസിന് മാത്രമായിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാം. നമുക്ക് പേയ്മെൻറ്റ് ലിങ്ക് നമുക്ക് റൈസർ പേ ഒക്കെ കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ മൈഫത്തൂറ, സ്ട്രൈപ്പ് അങ്ങനെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ലിങ്ക് മേടിക്കാം. അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ രീതിയിൽ, മീൻസ് പിന്നെ ഒരു മാസത്തേക്കാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കാണ്. അപ്പോൾ അത് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് റിമൈൻഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പാരൻസിനും ടീച്ചേഴ്സിനൊക്കെ ലോഗിൻ കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യുക, അറ്റൻഡൻസോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊക്കെ നമുക്ക് പിന്നെ നോട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ PDF ഒക്കെ ആയിട്ടോ അവർക്ക് ചെയ്യാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള കോഴ്സ് ആണെങ്കിൽ അതിനും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാരൻസിന് ലോഗിന്, അല്ലെങ്കിൽ പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് ക്ലാസ്സുകൾ, അതിൻ്റെ ഡിവിഷൻ, അതിൻ്റെ സബ്ജക്റ്റ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് റൂമുകൾ ക്രിയേറ്റ് ചെയ്യുക, ടീച്ചേഴ്സിന് ലോഗിൻ ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ അറ്റൻഡൻസും ഹോംവർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഫീച്ചറും നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റിൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് സംബന്ധമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ സ്റ്റുഡൻസിൻ്റെ അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം myBiz.online. അതിൽ നമ്മൾ ലീഡ് ജനറേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഫോം ഉണ്ട്. ഇവിടെ നമുക്ക് പുതിയ ഫോം ക്രിയേറ്റ് ചെയ്യാം, നിലവിലുള്ള ഫോമുകൾ ചെയ്യാം. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോമിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്ക് കൊടുത്ത് നമുക്ക് വാട്സപ്പിലോ കാര്യങ്ങൾ അയച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുക. നമുക്ക് ലാൻഡിംഗ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാം, അതിൽ കൊടുക്കുക. ഓക്കെ, ഇതേപോലെ നമുക്കൊരു ഫോം, നമുക്ക് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡുകൾ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പേര്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ നമ്മൾ പിന്നെ അവരെ സിറ്റി അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, ഇത് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നോട്ട്സ് കാര്യങ്ങൾ, ഇതാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് തരത്തിലുള്ള ഫീൽഡുകൾ വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ഓക്കെ ഒന്നെങ്കിൽ സബ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഒരാൾ ആ ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഒരു AI ഏജൻറ്റിന് നമുക്ക് അസൈൻ ചെയ്യാം. മീൻസ് അവർക്ക് ആ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഫോമിൽ രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട്, നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്കൊരു AI ഏജൻറ്റിന് ഫസ്റ്റിൽ നോളജ് ആഡ് ചെയ്തിട്ട് ആ AI ഏജൻറ്റിനെ ഈ രജിസ്റ്റർ ചെയ്ത ആളെ വാട്സപ്പിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാഫിന്
പിന്നെ നമുക്ക് മെസ്സേജും മെയിലൊക്കെ അയക്കാം. അങ്ങനെ ഒരാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ സ്റ്റുഡൻസിന് നമുക്ക് വാട്സപ്പിലുള്ള മെസ്സേജ്, ഇമെയിലുകൾ, കാര്യങ്ങൾ അയക്കാം. അതുപോലെ തന്നെ നമുക്ക് CRM പൈപ്പ് ലൈനിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ടാഗ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാഫിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റുഡൻറ്റ് ഒരു ഫോം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ചെറിയ രീതിയിൽ ഞാൻ എനിക്ക് കാണിച്ചു തരാം. നമുക്കിവിടെ ലീഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മളെ സ്റ്റേജസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഓരോ കോഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിന് വേണ്ടിയിട്ടോ നമുക്ക് ഡിഫറെൻറ്റ് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഫോം ഫില്ല് ചെയ്ത് എത്ര ആൾക്കാരുണ്ട് നമുക്കിവിടെ മനസ്സിലാക്കാം. അടുത്തതിന് ശേഷം കൺസൾട്ടേഷൻ ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഡെമോ ചെയ്ത ആൾക്കാർ, ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഓരോരോ സ്റ്റേജായിട്ട് ഇവരെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത് നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്റ്റാഫിനും കാണാൻ വേണ്ടി പറ്റും. സ്റ്റാഫിനെ എല്ലാവരും കാണാൻ പറ്റില്ല, നമ്മൾ ആക്സസ് കൊടുത്തതിനെ കാണാൻ വേണ്ടി പറ്റും, നമുക്കും കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷനാണ് നമുക്കൊരു 1-to-1 നമുക്ക് മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിങ്ങോ അല്ലെങ്കിൽ ഡയറക്റ്റ് വന്നിട്ടുള്ള മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് ടൈം സ്ലോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ കലണ്ടർ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിന് നമുക്കിവിടെ കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കലണ്ടറിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഓരോ ദിവസം എത്ര ആൾക്കാർ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരെയും ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇത് എടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവരെ പേര്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ലേ. ഇപ്പോൾ ഒരാൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ താങ്ക്സ് മെസ്സേജും അല്ലെങ്കിൽ അടുത്ത CRM അടുത്ത സ്റ്റേജിലേക്ക് മാറാൻ വേണ്ടിയിട്ടും അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അഥവാ ഒരാൾ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് കലണ്ടർ ബുക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ എന്ത് ചെയ്യാം, നമുക്ക് കലണ്ടർ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. ഞാനിതിപ്പോൾ നമ്മുടെ കലണ്ടറാണ്, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ കാണാം. ഞാൻ കണ്ടില്ലേ, ഇങ്ങനെ ഒരു കലണ്ടർ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും, ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഓരോ ഡേറ്റും ഉണ്ടാവും. ഇപ്പോൾ 26-ാം തീയതി ഇന്നിനി ടൈം സ്ലോട്ടില്ല, 27-നാണ്. 27 ഇതാ ഈ 2 ടൈമുണ്ട്. ഈ ടൈമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതേപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജും കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരാൾ കലണ്ടറിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് റിമൈൻഡർ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ നാളെ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്, ഇനി 24 hours ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ 1 day ബിഫോർ, അല്ലെങ്കിൽ 24 hours ബിഫോർ, 1 hour ബിഫോർ, ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബുക്കിംഗ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് റിമൈൻഡർ മെസ്സേജുകൾ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, ഫോളോ അപ്പ് എന്നുള്ളത്. അല്ലേ, എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു ഏരിയയാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓരോരുത്തരും ഏത് സ്റ്റേജിലാണ്, ആരോടൊക്കെയാണ് സംസാരിച്ച്, ആരൊക്കെ റിപ്ലൈ ചെയ്ത് എന്നൊക്കെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും സ്റ്റാഫിന് വേണ്ടിയിട്ടും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിമൈൻഡേഴ്സ് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇമെയിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലോ ഒക്കെ നമുക്ക് ഓരോ സ്റ്റേജിലും ഉള്ള ആൾക്കാരെ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ലീഡ് ഓട്ടോമേഷനിൽ ഇവിടെ ഒരു വർക്ക് ഫ്ലോ എന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ഒരു ഫോളോ അപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, അപ്പോൾ ഇത് നമ്മളെ ഫേസ്ബുക്കിലെ ഫോമാണ്, നമ്മൾ ആഡ് കൊടുത്തിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആഡ് കൊടുത്തിട്ട് ആരെങ്കിലും ഒരാൾ നമ്മളെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 24 hours ശേഷം, ഇവിടെ കണ്ടില്ലേ, ആഫ്റ്റർ 24 hours ശേഷം എന്ത് ചെയ്യും, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇയാൾ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യും. ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അടുത്ത ഒരു 24 hours ശേഷം അവർക്കൊരു വാട്സപ്പിൽ മെസ്സേജ് പോകും, ഇതേപോലെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് പോകും. കൂടാതെ ആ മെസ്സേജാണ് ഇവിടെ, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൽ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മെസ്സേജ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെയിൽ പോകും. അതുപോലെ തന്നെ ഇവിടെ ഒരു ആഫ്റ്റർ 4 hours ശേഷം വേറെ മെസ്സേജ് പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു 24 hours ശേഷം ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്യും. അപ്പോഴും ഇവർ ബുക്കിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത മെസ്സേജ് പോകും. പിന്നെ 24 hours ശേഷം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെഗുലറായിട്ട് ഇതിപ്പോൾ 24 hours ആക്കാം, അല്ലെങ്കിൽ 3 days ആക്കാം, അല്ലെങ്കിൽ 1 week ആക്കാം. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റുഡൻസ് എന്താണ് നമ്മളെ കലണ്ടറിൽ അപ്പോയിൻമെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വേറെയും ചെക്ക് ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവർ ബുക്ക്
ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് നമുക്ക് മെസ്സേജുകൾ അയക്കാനും അവരെ ഫോളോ അപ്പ് ചെയ്യാനും, ഈ ഫോളോ അപ്പ് മെസ്സേജ് എന്ത് ചെയ്യുക നമുക്ക് സ്റ്റാഫിനും അയക്കാം. മീൻസ് ഇങ്ങനെ ഒരാൾ ഇപ്പോൾ 24 hours ആയിട്ടും ഇവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുകൊണ്ട് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, കോൾ ചെയ്യാനും ഇതിനൊക്കെ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എൻക്വയറി ചെയ്ത് എല്ലാവർക്കും ഒരുമിച്ച് മെസ്സേജ് അയക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ അതിനെന്ത് ചെയ്യണം, നമ്മൾ വാട്സപ്പിൽ വാട്സപ്പിൻ്റെ ബിസിനസ് അക്കൗണ്ട് എടുക്കണം. അതൊന്നും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ നമ്മൾ സാധാരണ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ കൂടുതൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ അക്കൗണ്ട് ബ്ലോക്ക് ആവും. ഇവിടെ ഡിവൈസസ് എന്ന് കണ്ടില്ലേ, വാട്സപ്പ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. നമുക്കിവിടെ കണ്ടില്ലേ 682 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മളെ ഫോളോ അപ്പ് മെസ്സേജിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടില്ലേ 85 കോണ്ടാക്റ്റിന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോളോ അപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ 57 ആൾക്ക് അയച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 28 ആൾ പെൻഡിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ആൾക്കാർ നമ്മൾ മെസ്സേജ് അയക്കുന്നത്, ആർക്കൊക്കെയാണ് അയക്കുന്നത്, എന്തൊക്കെയാണ് പെൻഡിങ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഇവിടെ നിന്ന് കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ഓരോ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പേയ്മെൻറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഇതേപോലെ താല്പര്യമുള്ള ആൾക്കാർക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതന്നെ പല രീതിയിലും ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ രീതിയിൽ, മീൻസ് ഒരു മാസം നമ്മൾ ഓൺലൈൻ കോഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 1 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് 1 year ആ രീതിയിൽ കൊടുക്കാം. അതിൻ്റെ ഇൻവോയ്സ് കിട്ടും, അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്. ഫിനാൻസിൽ എന്ത് ചെയ്യാം, ഇവിടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രൊഡക്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ പേര് ആഡ് ചെയ്യുക, അതിൻ്റെ എത്രയാണ് പേയ്മെൻറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ പേയ്മെൻറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഇതേപോലെ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇത് നമ്മൾ ചെയ്യുന്നത് 249 ഖത്തർ റിയാലാണ്, 1 മാസത്തേക്കാണ്. 1 year എടുക്കുന്ന സമയത്ത് ഇത് 2499 ഉള്ളൂ. മീൻസ് ഏകദേശം ഒരു 500 റിയാലോളം അതിൽ കുറവുണ്ട്. പിന്നെ കൂടാതെ 2 മാസം ഫ്രീ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ രീതിയിലുള്ള നമുക്ക് അപ്സെൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആഡ് ഓൺ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഏതാണോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതെന്ത് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റുഡൻസിന് അയച്ചു കൊടുത്താൽ അവർക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാവും. പിന്നെ നല്ലൊരു പ്രൊഫഷണൽ മെത്തേഡുമാണ് ഇത്. അതേപോലെ തന്നെ ഇനി നമ്മൾ സബ്സ്ക്രിപ്ഷൻ രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അവരെ നെക്സ്റ്റ് എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ്, ഓവർ ഡ്യൂ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ടൈമിൽ പേയ്മെൻറ്റ് തന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു മന്ത് എൻഡ് ആവുന്നതിന് മുന്നേ 2-3 ദിവസം മുന്നേക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ റിമൈൻഡർ മെസ്സേജും കാര്യങ്ങളൊക്കെ അവർക്ക് അയക്കാൻ വേണ്ടി പറ്റും. സ്റ്റാഫിനും അയക്കാം, സ്റ്റുഡൻസിനും അയക്കാം. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഓൺലൈനായിട്ട് എങ്ങനെ കോഴ്സുകൾ കൊടുക്കാം. ഓൺലൈൻ കോഴ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം, സ്റ്റുഡൻസിന് മാത്രമായിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാം, മൾട്ടിപ്പിൾ കോഴ്സുകൾ നമുക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്സസ് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സബ്സ്ക്രിപ്ഷൻ്റെ റിമൈൻഡേഴ്സും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് എങ്ങനെയാണെന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇത് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും, പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓട്ടോമേഷൻ ഉണ്ട്, വാട്സപ്പിൻ്റെ ഓട്ടോമേഷൻ ഉണ്ട്. അതൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇത് നമ്മുടെ ട്യൂട്ടോറിയൽ കോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ ലീഡ് ജനറേഷൻ എന്നുള്ളത്. അപ്പോൾ ആ ലീഡ് ജനറേഷനിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടില്ലേ, ഇതിപ്പോൾ ഷോപ്പ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, ഫോം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, URL ഷോർട്നർ ഉണ്ട്, AI വിഡ്ജറ്റ് ഉണ്ട്, ഫേസ്ബുക്കിൻ്റെ പേജ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റുഡൻസിന് കാണുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ തന്നെ അപ്പോൾ അതിന് നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡൊമൈനോ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടോ നമ്മുടെ ഒരു ബ്രാൻഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് കാണുക. ഇവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റി മീൻസ് നമ്മുടെ എന്തെങ്കിലും ഡെയിലി കൊടുക്കുന്ന നമ്മൾ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ, ഇമേജസ് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ കോഴ്സുകൾ ആഡ് ചെയ്യാം. ഈ കോഴ്സിൻ്റെ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ കോഴ്സിൻ്റെ ആക്സസ് ആണോ കൊടുത്തിട്ടുള്ളത് ആ കോഴ്സ് മാത്രമേ അവർക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത് എന്ന് ഇവിടെ ഉണ്ടാവും. കണ്ടില്ലേ, ഇതിവിടെയാണ് ലെക്ചറും കാര്യങ്ങളൊക്കെ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മാർക്ക് ആസ് കംപ്ലീറ്റ് എന്ന് കൊടുക്കാം. അവരുടെ കമൻറ്റോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും
PDF അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ ലിങ്കോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇവന്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക, കലണ്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവന്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ആ മെമ്പേഴ്സ് ആരൊക്കെയാണ് പിന്നെ ഓൺലൈനിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് സെല്ല് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ആ രീതിയിലൊക്കെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. പിന്നെ എഡ്യൂക്കേഷൻ മൊഡ്യൂളാണുള്ളത്. അപ്പോൾ അത് എഡ്യൂക്കേഷൻ്റെ ഡാഷ്ബോർഡാണ്. ഇവിടെ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അക്കാഡമിക് ഇയർ, ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റാണ്, ഇങ്ങനെയൊക്കെയുള്ള ഇവിടെ കണ്ടില്ലേ. പിന്നെ അസസ്മെൻറ്റ്, റിപ്പോർട്ടിങ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റുഡൻസ് ആരൊക്കെയുള്ളത്, ടീച്ചേഴ്സ് ആരൊക്കെയാണ് ഉള്ളത്, ടീച്ചേഴ്സിൻ്റെ അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ അറ്റൻഡൻസ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, സ്കൂളിൻ്റെ കരിക്കുലം എന്താണ്, കോഴ്സസ് എങ്ങനെയാണ്, ലൈബ്രറി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്കിതിലുണ്ട്. അപ്പോൾ ഓഫ്ലൈനായിട്ടും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എടുത്ത ആൾക്കാരെ ഞാനിപ്പോൾ അതിൽ നമുക്ക് കാണിക്കുന്നില്ല. ഇതൊരു പുതിയതായിട്ട് ഒരു പിന്നെ സോഫ്റ്റ്വെയർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകുക, ഈ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പിന്നെ അതിന് നമുക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്, കൺസൾട്ടൻസി അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ഫോളോ അപ്പ് കാര്യങ്ങൾ, പേയ്മെൻറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓൺലൈൻ കോഴ്സ്, ഓഫ്ലൈൻ കോഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഏജൻറ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ സ്കൂൾ എന്താണ്, ഒരുപാട് കോംപ്ലിക്കേഷൻ അല്ല, അത്യാവശ്യം നമ്മളെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ ഒരാൾ ചോദിക്കുന്ന സമയത്ത്, അതാണ് ഈ 24 hours ആണെങ്കിലും ഏത് ലാംഗ്വേജിൽ എങ്ങനെ ചോദിച്ചാലും, വോയിസ് ഇല്ല ടെക്സ്റ്റ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് എന്ത് ചെയ്യാം, നമുക്ക് ലോഗിനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അവർക്ക് അവരെന്തൊക്കെ കാണണം, എന്തൊക്കെ കാണണ്ട, എന്തിലൊക്കെ ആക്സസ് നമുക്ക് അവർക്ക് പെർമിഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അവരെ ഡെയിലി അവരെ റിപ്പോർട്ടിംഗ് ഫോമുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവരെ പിന്നെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മൾ കൊടുത്ത വർക്കും കാര്യങ്ങളൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അതിൻ്റെ ആക്സസ് ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഫേസ്ബുക്കിൻ്റെ പേജ് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് മറ്റേ ആഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഫോമോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ രീതിയിൽ നമുക്കിവിടെ ആപ്പ് സ്റ്റോർ ഉണ്ട്. ആപ്പ് സ്റ്റോറിൽ ഇവിടെ നമ്മൾ ഫോം മാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വ്യൂ ഓൾ ഫോം എന്ന് കൊടുത്താൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഈ ഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ നേരത്തെ തന്ന ഫോമല്ല, അതേപോലെ തന്നെ നമ്മൾ മറ്റേ ആഡ് കൊടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഫോം എന്ന് പറയും. ആ ഫോമിൽ നമ്മൾ ആരെങ്കിലും ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിനും ഇതേപോലെ നമുക്ക് ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് കണക്ട് ചെയ്യാം. നേരത്തെ കാണിച്ചു തന്നല്ലോ, നമ്മൾ സാധാ വാട്സപ്പും കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ വാബ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റാഗ്രാം പിന്നെ നമുക്കിതിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യാം. അതിൽ നമുക്ക് കമൻറ്റിന് റിപ്ലൈ അല്ലെങ്കിൽ DM റിപ്ലൈ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഓപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സ്റ്റാഫിന് നമുക്ക് എന്ത് ചെയ്യാം, ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ കണ്ടില്ലേ, ഓരോരോ നമ്മളെ പ്രൊജക്റ്റിനനുസരിച്ചുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരൊക്കെ ഇതൊക്കെ എന്താണ്, ഓരോരോ സ്റ്റേജും കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, ഓൺ ഹോൾഡാണോ, സ്റ്റക്കാണോ, ഈ രീതിയിൽ നമുക്ക് നമ്മളെ സ്റ്റാഫിന് നമുക്ക് ടാസ്കും കാര്യങ്ങളും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെന്താണ്, നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം. വെബ്സൈറ്റ് ലാൻഡിംഗ് പേജ് നമുക്ക് ഏതെങ്കിലും കോഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് ഫോം ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ബട്ടൺ ആഡ് ചെയ്യാം. കുറേ ടെംപ്ലേറ്റുകളുണ്ട്. ഞാൻ ടെംപ്ലേറ്റ് അല്ലാതെ AI ഉപയോഗിച്ചിട്ടും നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ ഒരു ബ്രാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ കോഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നെങ്കിൽ കോഴ്സുകൾ നമുക്ക് നമ്മുടെ പേരിൽ ചെയ്യാം. ഈ സോഫ്റ്റ്വെയർ മൊത്തത്തിൽ നമ്മുടെ പേരിൽ ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ഇതിലുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്ക് ഒരു മാസത്തേക്കൊക്കെ നമ്മൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് കൂടാതെ വേറെ കുറേ ഫീച്ചേഴ്സും കൂടി ഉണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി പറയണില്ല, ഏകദേശം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുള്ളത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ ഞാനൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാം. അപ്പോൾ ആ ഫോമിൽ നിങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓഫീസ് നിങ്ങളെ ബന്ധപ്പെടും. താങ്ക് യു.